ഹലോ, ഇന്ന് എൻ്റെ അമ്മയുടെ കടയിൽ ഉണ്ടാക്കുന്ന ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടും. നമ്മളിവിടെ 8 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത്. അതായത് കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 2 കിലോ ഉഴുന്ന് നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇതുപോലെ നല്ല ബോളായിട്ടുള്ള ഉഴുന്ന് വേണം എടുക്കാനായിട്ട്. നമ്മളിവിടെ MR എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ഉഴുന്ന് കൊണ്ട് ഏകദേശം 50 ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം 4 മണിക്കൂർ കൊണ്ട് ഉഴുന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിനെ അരച്ചെടുക്കലാണ്. അതൊരു ടാസ്ക് തന്നെയാണ്. കാരണം ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അറിയാൻ പാടാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരച്ചെടുത്ത ഉഴുന്നുമാവിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു തവിക്ക് 1.5 തവി മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 1 ഗ്ലാസ് ഉഴുന്നൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്താൽ മതിയാവുക. ഇത് ഉഴുന്നുവട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഉഴുന്നുവടയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നല്ല കുനുകുനാ നരിഞ്ഞിട്ടുള്ള കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി കൈകൊണ്ട് തന്നെ ഇളക്കി അടിച്ച് എടുത്ത് മാറ്റി വെക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. ഇതാ മാവ് റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് വെക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അല്പം മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ അല്പം ഉഴുന്നുമാവ് കയ്യിലെടുത്ത് ബോളായിട്ട് ഉരുട്ടി തള്ള വിരലുകൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യമൊക്കെ ഉഴുന്നുവടയ്ക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പോകെ റെഡിയായി വന്നോളൂ. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി തിളച്ച എണ്ണയിലേക്ക് മാത്രമേ മാവിട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇത് എണ്ണയിലേക്ക് ഇട്ടുന്ന സമയത്തും കോരുന്ന സമയത്തും തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം. ബാക്കി സമയത്തെല്ലാം തീ മീഡിയം ഫ്ലെയിമിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കോരുന്നതിന് മുമ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഉഴുന്നുവട മൊരിയിച്ചെടുത്താൽ തണുത്തതിന് ശേഷം പോലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടുമേ. നമുക്കിവിടെ പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടിയിട്ടുണ്ട്.